പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു യാത്രയായതുകൊണ്ട് വീഡിയോ ചെയ്യാനുള്ള ചില അസൗകര്യങ്ങളുണ്ട്. ശബ്ദത്തിൻ്റെ ചില പ്രശ്നങ്ങൾ നേരിട്ടത് കൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം രാത്രി വൈകിയാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത്. അപ്പം പുതിയൊരു വീഡിയോ നമ്മൾ തുടരും എന്ന ചിത്രത്തിൻ്റെയും ബാക്കിയുള്ള ചിത്രങ്ങളിലെ എല്ലാം കളക്ഷൻ നോക്കി കാണുന്നുണ്ട്. പക്ഷേ വീഡിയോ ചെയ്യാനുള്ള ചില സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പം തുടരും എന്ന ചിത്രം നമ്മളുടെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്കുള്ള വിജയം തന്നെയാണ് നേടുന്നത്. ഇത്രമേൽ പ്രതീക്ഷിച്ചോ എന്ന് ചോദിച്ചാൽ ഇത്രമേൽ പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം ആ ലെവൽ കളക്ഷനാണ് ഇപ്പം പോകുന്നത്. 200 കോടി കടക്കും, ചിലപ്പോൾ ഇരാൻ്റെ 265 എന്നുള്ള സംഖ്യയും കടന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് ഈ ലെവൽ കളക്ഷനാണെങ്കിൽ. കാരണം ഭീഷണിയായിട്ട് വേറെ ഒരു ചിത്രവും വരുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. പുതിയതായിട്ട് ഇറങ്ങിയ ഒന്നാം തീയതി ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം തുടരും എന്ന ചിത്രത്തിൻ്റെ താഴെ നിൽക്കുന്ന ചിത്രങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യത്തിലും കളക്ഷൻ്റെ കാര്യത്തിലും. നമുക്ക് തുടരും എന്ന ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള 9 ദിവസത്തെ കളക്ഷൻ വന്നിട്ടുണ്ട്. അതും പ്രകാരം ആദ്യ ദിനം 17 കോടി 18 ലക്ഷം, രണ്ടാം ദിവസം 25 കോടി 90 ലക്ഷം, മൂന്നാം ദിവസം 26 കോടി 15 ലക്ഷം, നാലാമത്തെ ദിവസം 14 കോടി 20 ലക്ഷം, അഞ്ചാമത്തെ ദിവസം 12 കോടി 53 ലക്ഷം, ആറാമത്തെ ദിവസം 11 കോടി 35 ലക്ഷം, ഏഴാമത്തെ ദിവസം 11 കോടി 30 ലക്ഷം, എട്ടാമത്തെ ദിവസം 12 കോടി 55 ലക്ഷം, ഒമ്പതാമത്തെ ദിവസം 14 കോടി 5 ലക്ഷം. ഈ ഇന്നത്തെ കളക്ഷൻ അങ്ങനെ 145 കോടി 70 ലക്ഷം രൂപയാണ് ഇന്നലെ വരെ വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം നേടിയിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കളക്ഷൻ അതിൽക്കും വലുതായിട്ട് മാറുകയാണ്. ഏകദേശം 15 കോടിയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കളക്ഷൻ. അങ്ങനെയെങ്കിൽ ഏകദേശം 160 കോടി 61 കോടിയിലേക്ക് ഈ ചിത്രം ഇന്ന് കൊണ്ട് ഞായറാഴ്ച ദിവസം കൊണ്ട് മാറും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം ഇത് നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 25 കോടിക്ക് മുകളിൽ 2 പ്രാവശ്യം കയറിയിട്ടുണ്ട്. അതുപോലെ ബാക്കി 10 ദിവസം തുടർച്ചയായിട്ട് ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിലാദ്യമാണ് ഒരു ചിത്രം 10 ദിവസം തുടർച്ചയായിട്ട് 10 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരു പക്ഷേ മലയാള സിനിമയുടെ എമ്പുരാൻ്റെ റെക്കോർഡ് തകർക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം വർക്കിംഗ് ഡേയിലോ ഹോളിഡേയിലോ വ്യത്യാസമില്ലാതെ ഒരേപോലെ മുന്നോട്ട് പോകുന്ന ഒരു ചിത്രമായിട്ട് തുടരും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ട്രാക്കിംഗ് കളക്ഷൻ പ്രകാരം ട്രാക്കിംഗ് ഗ്രോഫ് നമ്മൾ കാണിച്ചത് 3 കോടി 77 ലക്ഷമാണെങ്കിൽ ഇന്നത് 5 കോടി 14 ലക്ഷമാണ്. അപ്പോൾ ഇന്ന് നിശ്ചയമായിട്ടും 7.5-8 കോടി റേഞ്ചിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇന്നുകൊണ്ട് ഇത് 66 കോടിയിലേക്ക് കേരളത്തിൽ നിന്ന് മാത്രമായി കളക്ഷൻ കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ കേരളത്തിൽ നിന്നൊരു 100 കോടി ആദ്യ സിനിമയായിട്ട് തുടരും മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇനി കേവലം 34 കോടിയുടെ കണക്ക് മാത്രമേ ഉള്ളൂ. 34 ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ആദ്യം ദിവസങ്ങൾ വേണ്ട. ഈ ആഴ്ച ലാസ്റ്റ് ഞായർ കഴിയുമ്പോൾ, ഈ ഞായർ കഴിഞ്ഞ് അടുത്ത ഞായർ കഴിയുമ്പോഴത്തേന് ഏകദേശം 100 കോടി പിന്നിടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ വേൾഡ് വൈഡായിട്ട് ഈ ആഴ്ച തന്നെ 200 പിന്നിടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തുടരും ഇങ്ങനെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തുടരും ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തള്ളാണെന്നൊക്കെ പലരും പറയുമായിരിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും പറയാൻ സാധ്യതയില്ല. കാരണം തിയേറ്ററിൽ പോയി കാണുകയും അടുത്തുള്ള ബന്ധുക്കളിലേക്ക് അഭിപ്രായം തേടുകയൊക്കെ ചെയ്യുമ്പോൾ അവരൊക്കെ പലപ്പോഴും ദിവസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത് ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് പലരോടും സംസാരിക്കുമ്പോൾ തുടരും എന്ന ചിത്രത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സിനിമാ പ്രേമികൾക്ക് സംസാരിക്കാൻ. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. തിയേറ്റർ ഉടമകൾ പറയുന്ന പോലെ തന്നെ 15 കൊല്ലം സിനിമ കാണാതിരുന്നവരൊക്കെ തിയേറ്ററിലേക്ക് വന്നു. അതൊക്കെ സന്തോഷമുള്ളൊരു കാര്യമാണ്. തിയേറ്റർ ഉടമകൾ വളരെ ഹാപ്പിയാണ്, പ്രേക്ഷകർ വളരെ ഹാപ്പിയാണ്, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ വളരെ ഹാപ്പിയാണ്. കാരണം ലാലേട്ടനെ വളരെ നാൾക്ക് ശേഷം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നായകനായിട്ട് തിരിച്ചു കിട്ടി എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അങ്ങനെ എല്ലാവരും ഹാപ്പിയാണ്. ഹാപ്പി അല്ലാത്തൊരു കൂട്ടരുണ്ട്, അത് മോഹൻലാലിൻ്റെ വിമർശകരാണ്. അവർ ഒരു സമയത്ത് പോലും ഹാപ്പി ആവത്തില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അപ്പം മറ്റുള്ള ചിത്രങ്ങളെപ്പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ
നമ്മൾ പ്രധാനമായിട്ട് നോക്കിക്കാണുന്ന തമിഴ്നാട്ടിലെ കാര്യമായിട്ട് മലയാളികൾക്ക് പൊതുവെ താല്പര്യം തമിഴ്നാട്ടിലെ കാര്യം അറിയാനായിരിക്കും ആദ്യമേ താല്പര്യം. പ്രത്യേകിച്ച് സൂര്യയുടെ ഒരു ചിത്രം 1-ാം തീയതി റിലീസ് ചെയ്തു. സൂര്യയുടെ ചിത്രം എങ്ങനെയുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ നിരാശാജനകമായ പ്രകടനം തന്നെയാണ് സൂര്യ ചിത്രം ഇപ്പോഴും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം 61 കോടി രൂപയായിരുന്നു 3 ദിവസം കൊണ്ട് ഇത് കളക്ട് ചെയ്തെങ്കിൽ 4-ാമത്തെ ദിവസം ഏകദേശം 80 കോടിക്ക് അടുത്തുള്ള ഒരു തുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുക. കാരണം 15-20 കോടിക്കടുത്തുള്ള തുക തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഞായറാഴ്ച ദിവസമാണ്. പിന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഇതിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ നോക്കിക്കാണേണ്ടതെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച തൊട്ടാണ്. വർക്കിംഗ് ഡേ തുടങ്ങുമ്പോൾ ഇതിൻ്റെ കളക്ഷൻ കുറയാനാണ് സാധ്യതയായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ ഈ 4 ദിവസം കൊണ്ട് 80 കോടിയെങ്കിലും ഈ ചിത്രം കളക്ട് ചെയ്ത് കാണും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ കളക്ഷൻ നോക്കിക്കഴിയുമ്പോൾ ഇന്നും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ശനിയാഴ്ചത്തെ അപേക്ഷിച്ച് 60 ലക്ഷം എന്ന കളക്ഷനിലേക്ക് എത്തും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കും. അങ്ങനെയെങ്കിൽ 4,25,00,000 4 ദിവസം കൊണ്ട് കേരള കളക്ഷനും എത്തുന്നുണ്ട് സൂര്യയുടെ ചിത്രം. പക്ഷേ സൂര്യയുടെ ചിത്രത്തെ നമ്മൾ പ്രതീക്ഷിച്ച ലെവലുള്ള കളക്ഷൻ അല്ല, ഇതുക്കും മേലെയായിരുന്നു ചിന്തിച്ചത്. പക്ഷേ അത് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായ കാര്യമാണ്. സൂര്യയുടെ തിരിച്ചുവരവ് ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ സൂര്യയുടെ ചിത്രം ഇങ്ങനെ നിരാശ നടത്തുന്ന പ്രകടനം നടത്തുമ്പോൾ വേറെ ഒരു തമിഴ് ചിത്രം സൂര്യയുടെ ചിത്രത്തിനെ കവർ ചെയ്ത് പലപ്പോഴും ടിക്കറ്റ് വിൽപ്പന മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഒരു ചെറിയൊരു ചിത്രം, ശശികുമാറിൻ്റെ നായകനായി എത്തിയ ചിത്രം ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ആദ്യത്തെ ദിവസത്തെ അപേക്ഷിച്ച് രണ്ടാമത്തെ ദിവസത്തെ അപേക്ഷിച്ച് 3-ാമത്തെ ദിവസവും കളക്ഷൻ വർധനവ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇന്നുകൊണ്ട് ഈ ചിത്രം 10 കോടിക്ക് മുകളിലുള്ള തുക നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പലപ്പോഴും സൂര്യയുടെ ചിത്രത്തിൻ്റെ ടിക്കറ്റ് വിൽപ്പനയെ കവച്ചു വയ്ക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന ചെറിയ ചിത്രം കാഴ്ചവെച്ചത്. അപ്പം സൂര്യയുടെ ചിത്രം എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അടുത്തത് ഹിറ്റ് നമ്പർ 3. പ്രതീക്ഷിച്ച പ്രതികരണമല്ല, സമ്മിശ്ര പ്രതികരണമാണ് ഈ ചിത്രം നേടിയെങ്കിലും നാനി ആണ് നായകനായിട്ട് വന്നത്. പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിൽ ഇത് വലിയൊരു ഇടിവ് നേരിടുന്നില്ല എന്ന് നമുക്ക് പ്രത്യേകം എടുത്ത് പറയണം. കാരണം 82 കോടി അടിച്ച ഈ ചിത്രം 82 കോടി എന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. ഒഫീഷ്യലായിട്ട് 82 കോടി അടിച്ചെന്നാണ് അവർ പറയുന്നത് ആദ്യത്തെ 3 ദിവസം കൊണ്ട്. പക്ഷേ ട്രാക്കേഴ്സ് തരുന്ന കണക്കും പ്രകാരം 70 കോടിയെ നേടിയിട്ടുള്ളൂ എന്നാണ് അറിയാൻ പറ്റുന്നത്. നമുക്ക് 70 കോടിയെ തന്നെ പിടിക്കാം. അപ്പോൾ ഇന്നുകൊണ്ട് ഈ ചിത്രം ഏകദേശം 85 കോടി കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 70 കോടിയിൽ നിന്ന് 15 കോടി കൂടി ഇന്ന് കളക്ട് ചെയ്ത് 85 കോടിയിലേക്ക് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം വലിയ ബഡ്ജറ്റ് 50 കോടി എങ്ങാണ്ട് ബഡ്ജറ്റ് ഉള്ള ചിത്രമാണ്. അപ്പോൾ 100 കോടിക്ക് മുകളിൽ ഇത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വിജയ ചിത്രമാകും. അങ്ങനെ ഹിറ്റ് 3 ഒരു വിജയ ചിത്രമായി മാറിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കറിയാൻ പറ്റുന്നത്. അതുപോലെ മറ്റൊരു ചിത്രമായിരുന്നു അജയ് ദേവ്ഗൻ്റെ ട്രേഡ് 2 അല്ലേ, ട്രേഡ് 2. അപ്പോൾ ആ ചിത്രവും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പം ട്രേഡ് 2-ൻ്റെ അജയ് ദേവ്ഗൻ്റെ ചിത്രം നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യ 3 ദിവസം കൊണ്ട് 69 കോടിയാണ് നേടിയത്. പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് കളക്ഷന് വർധനവ് ഈ ചിത്രം നേടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത് ഞായറാഴ്ച ദിവസം. അങ്ങനെ ഇന്നുകൊണ്ട് ഇതൊരു 80 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ചിത്രങ്ങളിലെല്ലാം കളക്ഷൻ നിലവാരം. ബാക്കി എല്ലാ ചിത്രങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ സൂര്യയുടെ ചിത്രം മാത്രമേ ഉള്ളൂ പ്രതീക്ഷിച്ച കളക്ഷൻ വർധനവ് ഉണ്ടാകാത്തത്. ബാക്കി എല്ലാ ചിത്രങ്ങളും സാമാന്യം നല്ല കളക്ഷൻ നേടുന്നുണ്ട്. പക്ഷേ തുടരും എന്ന ചിത്രത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം നിഷ്ഫലമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു മലയാള സിനിമ തുടർച്ചയായിട്ട് ഇപ്പം ഇന്ത്യൻ സിനിമയുടെ നെറുകയിലേക്ക് നേടുന്നു. ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യത്തിലായാലും കളക്ഷൻ്റെ കാര്യത്തിലായാലും ഒരു മലയാള സിനിമ തുടർച്ചയായിട്ട് ഇന്ത്യൻ സിനിമയിലെ നമ്പർ 1 മാറുന്നു എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം അടുത്ത ദിവസം മൺഡേയിലെ തുടരുക എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ നമ്മൾ പ്രീഫെയിൽ കളക്ഷൻ ഇപ്പോഴും വന്നിട്ടുണ്ട്. നാളെ വർക്കിംഗ് ഡേ ആണ്.
പക്ഷേ ഇപ്പം നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് 2,58,62,465 രൂപയാണ് ഇത് കളക്ട് ചെയ്തെങ്കിൽ പ്രീഫെയിൽ വിഭാഗത്തിൽ. അതിൽ 1,545 ഷോയിൽ നിന്നാണ് ഇത് പ്രീഫെയിൽ അഡ്വാൻസ് ബുക്കിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ നാളെയും ഒരു മികച്ച കളക്ഷൻ തന്നെ പ്രതീക്ഷിക്കാം. കാരണം തുടർച്ചയായിട്ട് 10 ദിവസം 5 കോടിക്ക് മുകളിൽ ഈ ചിത്രം നേടി, അത് തന്നെ ഒരു റെക്കോർഡാണ്. അപ്പോൾ നാളെയും ഒരു 5 കോടിക്ക് മുകളിലുള്ള 11ാമത്തെ ദിവസവും 5 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തന്നെ നേടും എന്ന് തന്നെ നമ്മൾ വിചാരിക്കാം. അപ്പോൾ ഈ നാളെ കൊണ്ട് ഏകദേശം 70 കോടി ടച്ച് ചെയ്യുന്ന ഒരു ചിത്രമായിട്ട് തുടരും എന്ന ചിത്രം മാറും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 30 കോടിയുടെ കാര്യം, 30 കോടി ഈ ആഴ്ച കൊണ്ട് തന്നെ കളക്ട് ചെയ്ത് മലയാളത്തിൽ ആദ്യമായിട്ട് 100 കോടി നേടുന്ന ഒരു ചിത്രമായിട്ട് തുടരും മാറും. അപ്പോൾ തുടരും വിശേഷങ്ങൾ, അതുപോലെ മറ്റുള്ള സിനിമാ വിശേഷങ്ങൾ എല്ലാം വീണ്ടും ഞാൻ എത്താം. അപ്പം മറ്റൊരു വീഡിയോയുമായി എത്തും വരെ ഓക്കെ ബൈ.